കേട്ടോ ചർക്കി വേണ്ട. അപ്പോൾ എന്തായാലും ചർക്കി നമ്മൾ താഴെ പോകും. വാപ്പളല്ലേ ഇതൊക്കെ പാറന്നൊക്കെ വെള്ളം വരണം, ഭയങ്കര രസമാണ്. ഉണ്ടോ ഇങ്ങോട്ടൊക്കെ ഉണ്ടോ, താഴെ കാരൊക്കെ ഒന്ന് കുളിക്കുന്നുണ്ട്, അവിടെയൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതിനേക്കാളും കിടിലം വീണ് അങ്ങോട്ടുള്ളത്. ആകാശികൾ പറക്കുന്നു. വാവ്. ഹേ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ, നമ്മൾ ഡ്യൂക്ക് എടുത്തുകൊണ്ട് ഒരു കിടിലൻ സ്ഥലം കാണാൻ വന്നിട്ടുണ്ട്. നമ്മളുടെ സ്ഥലം പുറകിലുണ്ട്, അതെന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്ഥലത്തിൻ്റെ ഒരു ഈഴാറ്റും പുറമെന്നാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഡെയിലി വ്ളോഗായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ പോകുന്ന സ്ഥലമൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ ഡെയിലി പോകുന്നതാണ്, അല്ലെങ്കിൽ ഡെയിലി ഇല്ല എപ്പോഴെങ്കിലും പോകുന്നത്. അപ്പോൾ എന്തായാലും വ്ളോഗായിട്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് എന്തായാലും വന്നിട്ടുള്ള ഒരു അടിപൊളി സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തിരിച്ച് കാണിച്ചു തരാം. അതിന് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും വീട്ടിലോട്ടോ. കോവിൽ ഉത്സവമാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം കെട്ടിയിട്ടുണ്ടോ. ഇവിടെ ഇരുന്നാണ്ട ഒരു സെറ്റ് സ്ഥലം എത്താറായി. നമ്മള് റൈറ്റ് സൈഡ് കാണുന്നതാണ് റൈറ്റ് സൈഡ് കാണുന്നതാണ്. ആ എന്താ സ്ഥലമായിരുന്നു? വണ്ടി പക്ഷെ നമ്മളവിടെ ഇവിടെ ഒരു സ്ഥലം കണ്ടപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. കൊള്ളാം. ചെളിപ്പൂരി ഇപ്പം സെർച്ച് ചെയ്തത് പോയത്. നമ്മളവിടെ ഒരു പാറ മോഡലത്തൊരു സ്ഥലം കണ്ടു, അങ്ങോട്ട് പോയി നോക്കുകയാണ്. അതെവിടെയാണ്? ഇവിടെ എവിടെ പാറമട? ഓ പാറമട ബാക്ക്. ആരെങ്കിലും വിളയാണെന്ന് പറഞ്ഞോ, ജസ്റ്റ് ഒന്ന് വീഡിയോ നോക്കാൻ വേണ്ടി കയറിയതാണ്. കൊള്ളാമല്ലേ പാറമടയില്ല, പാറ മാത്രമൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. വണ്ടിയൊക്കെ പോകുന്നതാണ് തോന്നുന്നുണ്ടോ. കാട്ടി പോണ വഴിയോ? വാവ് കൊള്ളാം. പോയി നോക്കിയിട്ട് വരട്ടെ. അങ്ങോട്ടൊന്നും കാണൂല, ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എല്ലാം കിട്ടുമല്ലോ. കൊള്ളാമല്ലേ സ്ഥലം? പാറമട അല്ല, എന്തോ ഒരു സ്ഥലം. ഇവിടെ എന്തോ പാറയൊക്കെ പൊട്ടിക്കുന്ന സ്ഥലമായിരുന്നു തോന്നുന്നു. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇതാരെയോ സ്ഥലമായിരിക്കും. പക്ഷെ ആ മേളിലൊക്കെ കണ്ടില്ലേ, കൊള്ളാമല്ലേ? നമ്മളെന്തായാലും പോകുന്ന സ്ഥലത്തിൻ്റെ അടുത്തെത്താറായി. സ്ഥലത്തിൻ്റെ പേര് ഈരാറ്റിൻപുറം എന്നാണ്. ഗൂഗിൾ മാപ്പിലൊക്കെ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ മാപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കും. എന്തായാലും ഇതുവഴി ആയിരിക്കില്ല നിങ്ങൾ വരുന്നത്, നിങ്ങൾ വേറെ വഴിയായിരിക്കും വരുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ പോകുന്ന വഴി. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. വെയിലെല്ലാം ഉണ്ടോ, പാറയൊക്കെ ഉണ്ട് കേട്ടോ. പാറയൊക്കെ ഉണ്ട് കേട്ടോ, ഫുള്ളും പാറ കാട്. എൻ്റെ തൊട്ടപ്പുറത്താണ് ആറ്. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്ഥലം റീച്ച് ആയിട്ടുണ്ട്. തൊട്ടപ്പുറത്താണ് നമ്മൾ സ്പോട്ട് വരുന്നത്. അവിടെ ഒരു വ്യൂ പോയിന്റ് പോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ, ആറുണ്ടോ. പക്ഷെ ഇതുപോലെയല്ല അങ്ങോട്ട് പോകുമ്പോൾ, അങ്ങോട്ട് കിടലാണ്. അപ്പം നമുക്കിനി കുറച്ച് നേരം ഡ്യൂക്കിൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ കണ്ടിരുന്നു. ഫ്രണ്ടല്ല, ആൻറ്റി വ്യൂ. വാപ്പളല്ലേ പോകുന്ന വഴി കണ്ടു. ഇവിടെ നിന്ന് റോഡൊന്നും ആയിട്ടില്ല, പക്ഷെ താഴെ കണ്ടോ ആറ്. ഇതിൽ വൈകിട്ടുണ്ടൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. മേളിലൊക്കെ മലയും കാര്യങ്ങളൊക്കെയാണ്. മയിലോ? മുയലാ? മയില്. മുയലി കണ്ടോ, രണ്ട് മുയൽ ഇതായിരിക്കും. ഒരു വളർത്തനാണ് കണ്ടോ, നല്ല രസമില്ലേ?
റോഡ് സൈഡ് ആയി നമ്മളുടെ ഫാൻ ഓണായി. അങ്ങനെ വണ്ടിയുടെ ഫാൻ ഓണായിട്ടുണ്ട്. നമ്മൾ എവിടെയോ എത്തി കണ്ടോ. ഒരു പ്ലോട്ട് തിരിച്ചിട്ടിരിക്കുന്നതായിരിക്കണം. ഇവിടെയാണ് വ്യൂ പോയിന്റ്. നമ്മൾ ഈരാറ്റുംപുറം എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് അതിൻ്റെ വ്യൂ പോയിന്റ് വരുന്നത്. നമുക്ക് എന്തായാലും നടന്ന് വ്ളോഗ് ചെയ്ത് അപ്പുറത്ത് പോയി കാണിച്ചു തരാം. എന്തായാലും ഇതിനകത്ത് കയറിക്കാം. ഇറക്കാം. ഇതാണ് വ്യൂ പോയിന്റ്. ലോ കാണുന്നത്. വാവ്, അതിലും കാര്യങ്ങൾ കണ്ടില്ലേ ജയ്സല്ലേ. നമുക്ക് വണ്ടി അങ്ങോട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വ്യൂ പോയിന്റ് കാണിച്ചു തരാം. വലിയ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. വണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് കണ്ടോ വ്യൂ പോയിന്റ്. ഇവിടെ ഇരിക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെ സ്ഥലമുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഫാനൊക്കെ ഓഫായി. അത്യാവശ്യം കണ്ടോ നൈസല്ലേ സ്ഥലം. കണ്ടോ തടാകത്തിൻ്റെ ശബ്ദം. തടാകം തന്നെ ഇതിന് പറയണം, റിവർ. വാവ്, ഇതാണ് ഈഴാറ്റുംപുറം. അവിടെ കാണുന്നുണ്ടോ കല്ല്. ഇവിടെ ആരൊക്കെ മീൻ പിടിക്കുകയോ എന്തൊക്കെ ചെയ്യുന്നതാണ്. ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ ആരോ നീന്തുന്നുണ്ട്. കണ്ടോ ആരോ വീഡിയോ എടുക്കണമെന്ന് കണ്ടോ നൈസല്ലേ. കിട്ടില്ലല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. കണ്ടോ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. നമ്മൾ വീഡിയോയിൽ കാണുന്നതല്ല. അവിടെയൊക്കെ പാറന്നൊക്കെ വെള്ളം വരണം. ഭയങ്കര രസമാണ്. കണ്ടോ ഇങ്ങോട്ടൊക്കെ കണ്ടോ താഴെ കാരൊക്കെ ഒന്ന് കുളിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതിനേക്കാളും കിടിലം വ്യൂ ആണ് അങ്ങോട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് അല്ല ഇവിടെ കെട്ടിയിട്ടുണ്ട്. നമ്മൾ വന്നത് ഡ്യൂക്കിലാണ്. വന്നിട്ട് അവിടെ വണ്ടിയൊക്കെ വെച്ചിട്ട് അവിടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ കാണുന്നേക്കാളും കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് കുറച്ചുകൂടെ അകത്തോട്ട് ഇറങ്ങി കാണാം. പക്ഷേ ഇവിടെ റിസ്ക് ആണ്. അതെന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഇവിടെ ആദ്യം ഒന്ന് പോയി കണ്ടിട്ട് വരാം. കണ്ടോ ഇങ്ങോട്ടൊക്കെ കണ്ടോ ഒരു കാട് ലുക്ക്. ഇപ്പോൾ താഴെ പോയിനെ കണ്ടോ ഇങ്ങോട്ടുണ്ടോ സീനല്ലേ. പക്ഷെ വീഡിയോയിൽ ഭയങ്കര വെട്ടം. ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. പക്ഷെ ഇതിൽ ഭയങ്കര വെട്ടം കണ്ടോ. ഇവിടെയൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ അടിപൊളിയല്ലേ. ആ കൊള്ളാം. ഇതെങ്ങനെ ഒരു ചാടിപ്പോയി. ഇവരിങ്ങനെ ചുറ്റിക്കറങ്ങിയൊക്കെയാണ് പോയത്. കണ്ടോ സ്ഥലം കണ്ടോ സീനല്ലേ. ഇതാ കണ്ടോ ഇപ്പം ചർക്ക വേണ്ട. ഇപ്പം എന്തായാലും ചർക്ക നമ്മൾ താഴെ പോകും. ഇതുവഴിയാണ് പോകുന്നത്. കൊള്ളാം, അടിപൊളി സ്ഥലം. നമ്മളിങ്ങനെ ഓരോ വഴികളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചോണ്ടിരിക്കും. പക്ഷെ സൂക്ഷിച്ച് കണ്ട് നടന്നില്ലെങ്കിൽ നല്ല രാജാവും പാലേ ബാക്കിൽ ഇതാവും നടന്നു വരുന്നുണ്ട്. അപ്പോൾ കണ്ടോ അവിടുത്തെ വ്യൂ രക്ഷയില്ല എൻ്റെ പൊന്നു. അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അവരെ ശല്യപ്പെടുത്തണ്ട. അല്ലാതെ നൈസായിട്ട് ഇവിടെയൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാം. സീൻ കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. എന്ത് വ്യൂ അല്ലേ. നമ്മൾ കണ്ണി കാണുന്ന പോലത്തെ വ്യൂ ഇതിൽ കിട്ടുന്നില്ല. നമ്മൾ പോവാണ്. ഇവിടെ നിന്ന് പോയിട്ട് നമുക്ക് അടുത്ത സ്പോട്ട് കണ്ടുപിടിക്കാം. ഇവിടെ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും. നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകാം. ഓക്കെ, ഇതുവഴിയാണ് പോകുന്നത്. നമുക്ക് എന്തായാലും വന്ന വഴി തന്നെ തിരിച്ചിറങ്ങി പോവാം. അമ്മേ അവിടെ എന്താ പറഞ്ഞുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മേളിൽ പോയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. ഡെയിലി വരാറുണ്ട്. നമ്മൾ വീഡിയോ എടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വ്ളോഗ് കാണാൻ താല്പര്യമുണ്ട്. നമുക്ക് എന്തായാലും ഇങ്ങനെ വരുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് ചോദിച്ചു. നമ്മൾ ഇതൊക്കെ വീടിൻ്റെ അടുത്തുള്ളതാണ്. വീടിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ 7-8 കിലോമീറ്ററിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഓരോ വണ്ടിയായിട്ട് ദിവസം ഇറങ്ങുന്നത്. ഇന്നലെ നമ്മൾ പഴയ വണ്ടിയായിട്ട് ഇറങ്ങി. നമുക്ക് ഇനി നമ്മളെ വണ്ടിയിൽ വരാം, ഡോമിനറിൽ വരാം, അങ്ങനെ പല വണ്ടിയിലായിട്ട് വരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൻ്റെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടുത്തെ വ്യൂ വണ്ടി നമുക്ക് അങ്ങോട്ട് നടക്കാം. അങ്ങോട്ടും കുറേ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് അവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. കാരണം നമ്മൾ കുറേ ദൂരം കമ്പി കൂടെ നടക്കാറുണ്ട്. അവിടെ കമ്പി പോലത്തെ ഒരു സ്ഥലമാണ്. അങ്ങോട്ട് നമുക്ക് കാണിച്ചു തരാം. നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് എന്തായാലും പോവാം. ഇതുവഴി പോയി അതുവഴി തിരിഞ്ഞൊക്കെയാണ് ഇതുപോലെ നടക്കേണ്ടതുകൊണ്ടാണ്. ഇതുവഴിയാണ് നടക്കേണ്ടത്. പക്ഷെ ഇത് കുറേ ദൂരം നടക്കേണ്ടത്. അപ്പോൾ നമുക്ക് വഴിയുള്ളതുകൊണ്ട് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് ആ സ്ഥലത്തൂടെ കയറി
അതിൻ്റെ മേളിൽ കയറാം. കണ്ടോ, അല്ലെങ്കിൽ ഇതുവഴി നമ്മൾ നടന്ന് പോയിട്ട് വന്നേനെ. അത് നമ്മൾ അങ്ങനെയാണോ? വണ്ടിക്കൂടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്തായാലും വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോകാം. നടന്നു പോകണം. അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇതുവഴി നടന്ന് ഇങ്ങനെ കയറി ഈ കമ്പി ഉണ്ടോ സൈഡ്, അല്ലെങ്കിൽ നമ്മൾ ഇതുവഴി നടന്ന് വരുമായിരുന്നു. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇതുവഴി പോകാം. ഇതുവഴി പോയി കഴിഞ്ഞ് കമ്പി അടി കൂടെ കുഞ്ഞ് കയറും. നമുക്ക് നോക്കാം. ഇങ്ങനെയൊക്കെ കയറേണ്ടി ഇങ്ങനെയൊക്കെ കയറേണ്ടി വരും. നമുക്ക് കയറണം. ഇതുപോലെ കമ്പിയുടെ കയറിയിട്ട് ഇതാണ് സ്ഥലം. ഇവിടെ ഉള്ളവർ ഇവിടെ കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, അറിയില്ല. നമ്മളെങ്ങനെയൊക്കെ കണ്ടുപിടിച്ച ഓരോ സ്ഥലങ്ങളാണ്. നമ്മളല്ല, ഇതുപോലെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടെ ഡേഞ്ചറാണ്. ഇപ്പോൾ ഒട്ടും വെള്ളമില്ല, കാരണം വേനലായതുകൊണ്ട് വെള്ളമെല്ലാം കുറഞ്ഞു. ഇപ്പോൾ വലിയ സീനില്ല. പക്ഷെ അല്ലാതെ വെള്ളം വരണ സമയത്ത് ഇവിടെ ആരും വരണ്ടെന്നേ പറയും. കാരണം ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് തോന്നുന്നതല്ല പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് പോകുന്ന വഴിയെ കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ ഇറങ്ങി ഇതാണ് സ്ഥലം. വാവ്, കൊള്ളാല്ലേ, നൈസല്ലേ. അപ്പോൾ ഇതുപോലെ ഓരോരുത്തരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. നമുക്ക് ആ പാറയുടെ പുറത്തൊക്കെ ഇറങ്ങിയിരിക്കാം. അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഇറങ്ങാം. സ്ഥലം കണ്ടോ. നമുക്ക് ഇതുവഴി ഇറങ്ങി വിട്ട് പോവാം. കണ്ടോ, ഇങ്ങോട്ടൊക്കെ കണ്ടോ, സീനല്ലേ. നമുക്ക് കണ്ടോ ഇതുവഴിക്ക് ചാടിക്കാണ് പോയത്. ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം കണ്ടോ, പാറ. അപ്പോൾ ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ സൂക്ഷിച്ചൊക്കെ വരിക. സ്വന്തം റിസ്കിൽ വന്നിട്ട് കണ്ടിട്ട് പോവുക. ഇവിടെ വന്ന് അലുമ്പൊന്നും ഉണ്ടാക്കാതിരിക്കുക, മാക്സിമം നോക്കുക. ഓക്കെ. പിന്നെ ഇവിടെ വന്നിട്ട് വെള്ളത്തിലൊന്നും ഇറങ്ങാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റിസ്ക്കാണ്. നിങ്ങൾ എന്നെ ഒഴുകി പോകും എവിടെയെങ്കിലൊക്കെ. അവിടെ ഇതുവഴി പോകാം. ഇതാണോ കിടിലല്ലേ, ഫുള്ള് പാറ. പാറ, വെള്ളം. ഇനി ഇപ്പുറ സൈഡ് വെള്ളമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. അപ്പോൾ എന്തായാലും അവൻ്റെ മുമ്പിൽ നിന്ന് നമ്മളിവിടെ വന്നിരിപ്പുണ്ട്. താഴെ കണ്ടോ വെള്ളം, താഴെ ആളെല്ലാം കുളിക്കുന്നുണ്ട്. ഈ വീഡിയോ എത്രമാത്രം എടുക്കാൻ പറ്റുന്നറിയില്ല, കാരണം കിതയ്ക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ എന്തായാലും താഴോട്ടുള്ള വ്യൂവും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ സ്ഥലം കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് കണ്ടോ. സൂര്യ ഉദിച്ചുദിച്ച് അസ്തമിച്ച് വരുന്ന സമയമാണ്. ആകാശികൾ പറക്കുന്നു. വാവ്, സീൻ കണ്ടോ. ഓരോരുത്തർ കുളിക്കുന്നുണ്ടോ. നമ്മളെന്തായാലും വെള്ളത്തിലൊന്നും ഒരിക്കലും ഇറങ്ങൂല, കാരണം ഇവിടെയൊക്കെ എന്ത് സീനാണോ സീനല്ലേ എന്ന് പറഞ്ഞാൽ എന്നാലും നമ്മൾ ഇറങ്ങൂല. ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടോ, കണ്ട് മതിയാണല്ലോ, അത്രയും ഉള്ള വ്യൂ. ക്യാമറ വഴി എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയണോ. ഓരോ സൈഡിൽ നിന്ന് വെള്ളം ഒഴുകുന്നത്, ഓരോരുത്തർ കുളിക്കുന്നത്, എല്ലാം ഫോട്ടോയൊക്കെ എടുക്കും. ഉണ്ടോ ഇതല്ലേ ഓടക്കണം, ഓടക്കണം. അവർ തിരിക്കാൻ വന്നവരെയും പറഞ്ഞാൽ മതി ഓടക്കണം. ഇവിടെ ഒരു മരമൊക്കെ ഉണ്ട്. ഇതിൽ മറ്റേ സംഭവം കാഴ്ച കഴിഞ്ഞാൽ കഴിക്കും. ഇവിടെ എന്താ കെട്ടിയിട്ടിരിക്കണം, കൊള്ളാല്ലേ. സ്ഥലം കണ്ടോ, ഒരു പാറയുടെ പുറത്താണ്. നൈസല്ലേ, എന്ത് പറയണമെന്നുള്ളത്. നിങ്ങൾ എന്തായാലും വ്യൂ കണ്ടോ, ഫുൾ മല, വെള്ളച്ചാട്ടം, പാറ, സീനല്ലേ, നല്ല രസമല്ലേ. ഇവിടെ ഇവിടെ മഞ്ഞപ്പൂവും കിടലല്ലേ. ആ അങ്ങ് മുകളിലൊക്കെ ഏതോ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അതോ അവിടെ കണ്ടോ, എന്തോ വീടും, എന്തോ എസ്റ്റേറ്റ് ആയിരിക്കും അതൊക്കെ, എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ സൂര്യൻ അസ്തമിച്ചു സെറ്റായി. കുറച്ച് നേരം കൂടെ എഴുന്നേറ്റ് നമുക്ക് പോവാം. പറവ് പറക്കുന്നുണ്ടോ, പറവയില്ല, വേറെ എന്താ സംഭവം. കുറേ നേരം ഇരുന്നു, ഏകദേശം 6:15 എന്നാലും ഇരുട്ടായി. ഷൈപ്പോണിൽ നല്ല വെട്ടമുണ്ട്. എന്നാലും താഴെ ആളുകൾ കുളിക്കുന്നു, അവിടെ കുറേ പേര് കുളിക്കുന്നു, ഡ്രസ്സ് മാറുന്നു, അവിടെയും കുറേ പേര് കുളിക്കുന്നു.
ഇവിടെയും കുറേ പേര് കുളിക്കുന്നു. അവിടെ കുളിച്ചവരെയൊക്കെ പറഞ്ഞു വിട്ടു. അങ്ങനെ കുറേ സംഭവങ്ങളോട് നടന്നു ഇതിൻ്റെ ഇടയിൽ. എന്തായാലും വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. കുറേ നേരം ഇവിടെ ഇരുന്ന് നല്ല രസമുണ്ടായിരുന്നു. അപ്പുറത്ത് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മേളിലോട്ടൊക്കെ എന്തൊക്കെ നോക്കാം. അവിടെ എസ്റ്റേറ്റ് ആണെന്നാണ് തോന്നുന്നത്. കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് അവിടെ കണ്ടു. എനിക്ക് തോന്നുന്നത് തേയില എസ്റ്റേറ്റോ തേയില ഇവിടെ വേറെ എന്തെങ്കിലും കാണും. നോക്കാം. എന്തെങ്കിലും വേറെ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നമ്മൾ ഓരോരോ സ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. എന്താടാ വെള്ളം കൂടുന്നായിരിക്കും. നമ്മളിവിടെ ഇരിക്കും. മറ്റേ രക്ഷിക്കാൻ വേണ്ടി ഇതുവഴി എല്ലാം വെള്ളം. നമ്മൾ മാത്രം ഇവിടെ ഇരിക്കും. ഇവിടെ മീനിനൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കും. ബൈക്ക് അവിടെ കാണും. ചോദിച്ചപ്പോൾ കണ്ടോ? പക്ഷെ നല്ല ഇരുട്ടായി സത്യം പറഞ്ഞു. ഉണ്ടാവാൻ നിൽക്കുന്നുണ്ടോ? അപ്പോൾ ഇതുവഴിയൊക്കെ ഇറങ്ങി നമ്മൾ പോവുകയാണ്. നമ്മൾ ബൈ ഈഴറ്റുംപുറം. നമുക്ക് എത്രമാത്രം വ്യൂ കാണിക്കാൻ പറ്റുമെന്നായിരുന്നു ഇവിടെ. പറ്റുന്ന പോലെയൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് അടിക്കുക. നമുക്ക് എന്തായാലും സെറ്റാക്കാം. ഈ സംഭവത്തിലല്ലേ മറ്റേ ആത്തിച്ചക്ക അല്ല അയണിച്ചക്ക. ഇതാണ് ആ സാധനം, അയണിച്ചക്ക. അതിൽ സംഭവമൊന്നുമില്ല. അമ്മേ നിൽക്കണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരെല്ലാം കുളിച്ച് കയറി നമുക്ക് പോവാം. ഇവിടെ ഇടന്നാണ് കേട്ടോ. പക്ഷേ ഇറങ്ങാണ് കേട്ടോ. പക്ഷേ ഇവിടെ നല്ല വെട്ടമുണ്ട്. ഫോണിൽ നല്ല വെട്ടമുണ്ട്. അല്ലാതെ നല്ല ഇരുട്ടായി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. മോചം കണ്ടിറങ്ങിയില്ലെങ്കിൽ ഫോണും ഞാനും ഒട്ടൊക്കെ താഴെ പോകും. കണ്ടോ? നമ്മളിവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡ്യൂക്കിരിക്കുന്നതിൻ്റെ അവിടെ പോയിട്ട് കാണാം. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് തിരിച്ച് കാണിച്ച് തരാം. കണ്ടോ? നമ്മളിനി ചാടി വന്ന വഴിയെല്ലാം തിരിച്ച് പോകണം. ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ഇവിടെ നിന്ന് ഇവിടെ ചാടി. അപ്പോൾ വരുന്ന സ്ഥലത്തേക്ക് ഈഴാറ്റുംപുറം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര്. ഞാനിപ്പം ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ എൻ്റെ താഴെ കൊടുത്തിരിക്കാം. വന്നിട്ട് മര്യാദയ്ക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരെല്ലാം പറയുമായിരിക്കും. എനിക്കറിയില്ല. നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ അടുത്തൊന്നും പറയുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വന്ന വഴി തിരിച്ചെല്ലാം ക്രോസ് ചെയ്ത് പോവാം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതാ വഴിയിലെത്തി. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന് പോവാണ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാൻ സമയം എന്തായാലും ഡ്യൂക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ച് പോകുന്നതിനോ കാണിച്ചിട്ടൊക്കെ വീഡിയോ അവസാനിപ്പിക്കാം. അതിൻ്റെ ഔട്ടറൊക്കെ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ലാസ്റ്റ് എടുത്തിട്ടേയും ചെയ്യാം. അപ്പോൾ എന്തായാലും പോവാം. വാവ്. പക്ഷെ വൈകിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം കൊള്ളാം. നല്ല രസമുണ്ട് ഇവിടെ. സൈലൻറ്റ്. വേറെ ശല്യം കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. നിൻ്റെ ഡ്യൂക്കില്ലടാ. ഡ്യൂക്ക് എടുത്തുകൊണ്ട് വരാം. കാണാനില്ല. നമുക്ക് ഇതുവഴി ഇറങ്ങാം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങും. ഇല്ല, കാല് മാത്രമേ ഇറങ്ങും. എന്നാലും ചത്ത യെസ് ഞാൻ ഇറങ്ങി. അപ്പോൾ ഇറങ്ങുന്നുണ്ടോ? സ്കില്ലായിട്ട് ഇറങ്ങും. മേളിൽ നിന്ന് ചാടി ഇറങ്ങും. ഇപ്പോൾ തറ കിടക്കണം. ഇതിനേക്കാൾ ഇറങ്ങാതിരുന്നപ്പോൾ എന്തായാലും പോവാം. ഡ്യൂക്ക് അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഇതുവഴി വരാൻ പറ്റും. നമ്മളിപ്പോൾ എന്തായാലും ഇതുവഴിയാണ് വരുന്നത്. കാരണം ഇത് വേറൊരു കിടിലം സ്ഥലമാണ്. നമുക്ക് അതുവഴി പാറ തട്ടി തറ കിടന്ന് നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. വീഡിയോ എൻ്റെ ഒക്കെ സമയം ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും കാണിച്ചു തരാൻ വേണ്ടിയാണ് നിങ്ങളെ കൊണ്ടുവന്നത് തന്നെ. നിങ്ങളെല്ലാം കണ്ടെന്ന് വിചാരിക്കും. നമ്മൾ എന്തായാലും ഡ്യൂക്കിൽ വന്നിട്ട് അതിനെയും കുറച്ച് നേരം കാണിച്ച് ഇതിനെയും കാണിച്ച് എല്ലാം കൂടെ സെറ്റായത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാം. നമുക്ക് നിങ്ങൾക്ക് എന്തായാലും കുഞ്ഞു വ്ളോഗും കാര്യങ്ങളൊക്കെ വരെ ഇടാം. പറ്റുന്ന പോലെയൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ഡെയിലി വ്ളോഗ് ആണെങ്കിൽ അതും കമൻറ്റ്. നമുക്ക് ഡെയിലി വ്ളോഗ് സെറ്റ് ചെയ്യാം. പിന്നെ കോളേജിലൊക്കെ പോകണം കിട്ടില്ല വീഡിയോസൊക്കെ ഉണ്ട്. പിന്നെ ഗോപ്രോ ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതൽ വണ്ടി ഓട്ടിക്കുന്ന വിഷ്വൽസ് ഒന്നും കിട്ടാത്തത്. എന്നാലും മാക്സിമം ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇൻസ്റ്റയൊക്കെ ഒന്ന് ഫോളോ ചെയ്യുന്ന നമ്മളെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇവിടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഈഴാറ്റുംപുറം. ലൊക്കേഷൻ താഴെ കൊടുത്തിരിക്കുക. അപ്പോൾ എന്തായാലും മാക്സിമം പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ലൈക്കും കൂടെ അടിക്കും. നമുക്ക് എന്തായാലും അങ്ങോട്ടുള്ള വീഡിയോ ഒക്കെ സെറ്റ് ആക്കാം. അപ്പോൾ എന്തായാലും ബൈ ഗൈസ്. പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബൈ.